السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പാടിയും പറഞ്ഞും മുഅ്മിനീങ്ങൾ ഈ ദിനങ്ങളിൽ ചെലവഴിക്കുന്നു. അതിനോട് അനുബന്ധമായിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഖുർആൻ ആൻഡ് റിലേറ്റഡ് സയൻസസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് സാവിയ എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടിയുമായിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഖുർആനിന്റെ വ്യത്യസ്ത ആയത്തുകളെ, വ്യത്യസ്ത മേഖലയിലുള്ള ചർച്ചകളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ പരിചയപ്പെടുത്തുകയാണ്. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു അയച്ചു കൊടുക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നത് അത് അറബ് സമുദായത്തിൽ നിന്നാണ്. നിരക്ഷരരായ അറബ് സമുദായം. ആ സമുദായത്തിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ഈ ലോകമെങ്ങാടും പ്രശസ്തമാവുകയുമാണ്. അറബി ഭാഷയിലെ ഏറ്റവും മികച്ച ഗ്രന്ഥമായിക്കൊണ്ട് ഖുർആൻ, അതല്ലെങ്കിൽ അറബി ഭാഷയിലെ സാഹിത്യത്തിൽ ഏറ്റവും മികച്ച, മറ്റാർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നിരക്ഷരരായ അറബി സമുദായത്തിലേക്കാണ് ഇറക്കി കൊടുക്കുന്നത്. ആ ഒരു സംഭവത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനത്തെ ആളാണ്? ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളോട് എത്രയോ കരുണ കാണിക്കുന്നവരാണ്. നിങ്ങൾ ഇരു ലോകത്തും ഹിദായത്തിലാവാൻ വേണ്ടിയിട്ട് എത്രയോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, ഇനിയെങ്ങാനും മുശ്രിക്കീങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്തേക്ക് വരാതെ നിങ്ങൾ ദഅവത്ത് ചെയ്യുമ്പോൾ അവർ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ, മുഖം തിരിച്ചു കഴിഞ്ഞാൽ, ഓ പ്രവാചകരെ നിങ്ങൾ പറയണം, എനിക്ക് അല്ലാഹു മാത്രം മതി, എന്റെ എല്ലാവിധ കാര്യങ്ങളും ഞാൻ അല്ലാഹുവിലേക്ക് അർപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്രകാരം അറബ് സമുദായത്തിലൂടെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ വലിയൊരു മതം ലോകമെമ്പാടും വ്യാപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലെ 107ാമത് ആയത്തിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ പ്രവാചകരെ, അങ്ങയെ നാം അയച്ചിട്ടുള്ളത് ഈ ലോകർക്ക് മുഴുവനും റഹ്മത്തായിക്കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിൽ പങ്കുവെക്കുന്ന ആശയം എന്നുള്ളത് ആലമീൻ എന്ന് പറയുന്ന വാക്കിലൂടെയാണ്. ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാമായ ജനങ്ങൾ മാത്രമല്ല, ഈ സമുദായങ്ങൾ മാത്രമല്ല, അള്ളാഹുവിന്റെ എല്ലാവിധ പടപ്പുകളും ആലമീൻ എന്ന് പറയുന്ന വാക്കിൽ ഉൾപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് ഫത്ഹുർ റഹ്മാൻ ഫി തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന ഉസ്താദിന്റെ മഹത്തായ ഗ്രന്ഥത്തിൽ അവിടുത്തെ സ്വഹാബാക്കളുമായിട്ട് ഒരു ചർച്ചയിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഓ പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അങ്ങേ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് ഈ ലോകർക്ക് മുഴുവനായിട്ടും റഹ്മത്തായിട്ടാണ് അയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അങ്ങ് റഹ്മത്തായി മാറുന്നത്? അങ്ങയുടെ മരണശേഷവും ഞങ്ങൾക്ക് പ്രവാചകന്റെ റഹ്മത്ത് ലഭിക്കുമോ എന്ന് സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഒരു പുഞ്ചിരിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, എന്റെ മരണശേഷവും നിങ്ങൾക്ക് എന്റെ റഹ്മത്ത് ലഭിക്കും. എന്റെ മരണശേഷം ചെയ്തു കൂട്ടുന്ന, എന്റെ ഉമ്മത്തികൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ എല്ലാ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും. സന്ധ്യാസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്ന പ്രവർത്തനങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയും അല്ലാഹുവിന് ശുക്ർ പറയുകയും ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ കണ്ടുകൊണ്ട്, ചീത്തയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ നിങ്ങൾക്ക് മഗ്ഫിറത്തിന് വേണ്ടിയിട്ട്, പുറത്തു തരുവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് മറുപടി നൽകുകയാണ്. ഇപ്രകാരം ഒരു സംഭവം, ഒരു ചരിത്രം റൂഹുൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിൽ ബഹുമാനപ്പെട്ട മുഫസ്സിർ അവിടെ പങ്കുവെക്കുന്നതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് നാമായ ജനങ്ങൾക്ക് മാത്രമല്ല, മലക്കുകൾക്കും ജിന്നുകൾക്കുമെല്ലാം ഇപ്രകാരം റഹ്മത്തുകൾ ലഭിക്കാറുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഓ പ്രവാചകരെ, അങ്ങേ ലോകത്തേക്ക് മുഴുവനായി റഹ്മത്തായിട്ടാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, എന്റെ റഹ്മത്തിൽ നിന്ന് വല്ലതും നിനക്ക് ലഭിച്ചിട്ടുണ്ടോ ജിബ്രീലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുത്തു, അതെ, താങ്കളുടെ റഹ്മത്തിൽ നിന്ന് എനിക്ക് അനേകം റഹ്മത്തുകൾ ലഭിച്ചിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട്. സൂറത്ത് തക്വീറിലൂടെ പല രീതിയിൽ എന്നെ കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട്. അതെല്ലാം അങ്ങയുടെ റഹ്മത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലൂടെ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയമായും അള്ളാഹു അവിടുത്തെ മലായികതീങ്ങളും പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അത് കാരണത്താൽ മുഅ്മിനീങ്ങളെ നിങ്ങളും പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം നമ്മളെ കൽപ്പിക്കുന്നത് ഇപ്രകാരമാണ്. തീർച്ചയായിട്ടും അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അള്ളാഹു ഒരു കാര്യം ചെയ്തുകൊണ്ട് സത്യവിശ്വാസികളോട് ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കുന്ന ഏക ഒരു സംഭവം എന്നുള്ളത് ഖുർആനിൽ അത് സ്വലാത്ത് മാത്രമാണ്. അതിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പ്രതിഫലങ്ങൾ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തഫ്സീറിൽ പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് മലായികത്തുകളുടെ മുന്നിൽ വെച്ച് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രത്തോളം പ്രശസ്തി ഉണ്ടെന്നും എത്രത്തോളം ശ്രേഷ്ഠതയുണ്ടെന്നും അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ മലായികത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് അത് നബിയുടെ വരും കാല ജീവിതങ്ങളിൽ ഖൈറിനും ബർക്കത്തിനും വേണ്ടിയിട്ടുള്ള ദുആ ആണെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പങ്കുവെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പങ്കുവെക്കുന്നുണ്ട്, അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറയുന്നത് അത് എന്നെ സ്മരിക്കപ്പെട്ടിട്ടും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനാണെന്ന് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ വഅഅദ്ദ ലഹും അദാബൻ മുഹീന. നിശ്ചയമായിട്ടും അള്ളാഹുവിനെയും അവിടുത്തെ തിരുദൂതരെയും ആക്ഷേപിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും ആഖിറത്തിലും ആക്ഷേപിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് പങ്കുവെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ ദഅവത്തുമായിട്ട് മക്കയിലെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ പല രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് കാണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം ഒരു ആയത്ത് ഇറക്കി കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് നവറല്ലാഹു മർകദ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കൊടുക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളാകട്ടെ, അവിടുത്തെ ഹദീസുകളാകട്ടെ, അവിടുത്തെ പത്നിമാരാകട്ടെ, മക്കളാകട്ടെ, അഹ്ലു ബൈത്തിൽപ്പെട്ട മറ്റാളുകളാകട്ടെ, അതെല്ലാം പ്രവാചകരോട് അനുകരിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് അത് തുടർന്നു വന്ന സ്വഹാബാക്കളാകട്ടെ, അവരെ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന, അള്ളാഹുവിനോട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഔലിയാക്കളാകട്ടെ, ഇവരെ എല്ലാവരെയും ആക്ഷേപിക്കുന്നത് ഈ ഒരു ആയത്തിലേക്ക് ചേർക്കാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം ഒരു ആയത്ത് പറഞ്ഞതിലൂടെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന അനേകം ആയത്തുകൾ ഖുർആനിലുണ്ട്. അവിടുത്തെ നേതൃത്വത്തെ കുറിച്ച് പറയുന്ന, അവിടുത്തെ ഗുണങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പഠിച്ചുകൊണ്ട് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുവാനും അവിടുത്തെ ജീവിതം അതുപോലെ ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പുണ്യമാസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.